യോഗം നമ്പർ 12 പുനർനവാതി കഷായം. പുനർനവ നിംബ പടോല ശുണ്ഠി തിക്താമൃതാദാർവി അഭയ കഷായ സർവാംഗശോഭം ഉദരകാസശൂലം ശ്വാസാന്യുതം പാണ്ഡുഗതം നിഹന്തി. ഈ കഷായത്തിലും 8 ഡ്രഗുകളാണുള്ളത്. പുനർനവ, നിംബ, പടോല, ശുണ്ഠി, തിക്ത, അമൃത, ദാർവി, അഭയ അങ്ങനെ 8 ഡ്രഗുകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഫലശ്രുതി നോക്കിയാൽ സർവാംഗശോഭം, ശരീരത്തിൽ എവിടെയൊക്കെ ശോഭം കൊണ്ടോ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ വെസിക്കുലൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ഐറ്റിസ് പറയുന്ന എല്ലാ കണ്ടീഷനും, ഈവൻ നമ്മൾ കാലിൽ കാണുന്ന ഒരു നീര്, അതിന് മാത്രമല്ല നീരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചെറിയ ഇൻറ്റേർണൽ ഓർഗൻസിന് വരെ ഒരു ഐറ്റിസ് പറയുന്ന എല്ലാ കണ്ടീഷനിലും നമുക്ക് പുനർനവാതി കഷായം കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഉദരം, കാസം, ശൂലം, ശ്വാസാന്യുതം പാണ്ഡുഗതം നിഹന്തി. ഈ ശ്വാസാന്യുതം പാണ്ഡുഗതം നിഹന്തി എന്ന് പറയുമ്പം നമുക്കിത് 2 രീതിയിൽ വായിക്കാം. ശ്വാസമെന്നും പാണ്ഡു എന്നും വായിക്കാം. അതായത് ശ്വാസത്തിന് കൊടുക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ബ്രോങ്കൈറ്റിസ് ഒക്കെ കൊണ്ട് നമുക്കൊരു ഡിസ്നി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു കണ്ടീഷൻ കുറയ്ക്കാനായിട്ട് പുനർനവാതി കഷായം കൊടുക്കാം. പിന്നെ പാണ്ഡു, അനീമിയയ്ക്ക് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇത് വായിക്കാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ശ്വാസാന്യുതം പാണ്ഡുഗതം, അനീമിയ റിലേറ്റഡ് വിത്ത് ശ്വാസം, അനീമിയ റിലേറ്റഡ് വിത്ത് ഡിസ്നിയ. അനീമിയയുടെ മെയിൻ റീസൺ, അനീമിയ പല മാനിഫെസ്റ്റേഷൻസാണ് ഓരോ പേഷ്യൻറ്റിലും കാണിക്കുന്നത്. അത് പറഞ്ഞാൽ ചിലർക്ക് തലമുടി കൊഴിച്ചിലാവാം, ചിലർക്ക് ക്ഷീണമാകാം, ചിലർക്ക് വിശപ്പില്ലായ്മയാവാം, ചിലർക്ക് കാഫ് റീജിയനിലൊക്കെ നടക്കുമ്പോഴുള്ള വേദന, ഈ ബോൺ പെയിൻ, ജോയിൻറ്റ് പെയിൻ അല്ല ബോൺ പെയിൻ, ഇതൊക്കെയും അനീമിയയുടെ മാനിഫെസ്റ്റേഷൻസാണ്. അതിലൊന്നാണ് നമുക്ക് ആൾക്കാർ പറയും നടക്കുമ്പോൾ അണയ്ക്കുന്നു, അല്ലേ, നടക്കുമ്പോൾ അണപ്പ് ഉണ്ടാകുന്നു. അനീമിയ ഉണ്ടാകുമ്പം HB കുറയുമ്പം നടക്കുമ്പോൾ അണപ്പ് ഉണ്ടാകുന്നു. ആ ഒരു കണ്ടീഷനാണ് ശ്വാസാന്യുതം പാണ്ഡുഗതം എന്നിവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എസ്പെഷ്യലി നമുക്കിത് പുനർനവാതി കഷായം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 രീതിയിൽ ശ്വാസം എന്നും പാണ്ഡു എന്നും വായിക്കാം, അല്ലെങ്കിൽ ശ്വാസാന്യുതം പാണ്ഡുഗതം നിഹന്തി അങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാവുന്നതാണ്. പിന്നെ ഇതിലുള്ള ഡ്രഗുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പുനർനവ, തഴുതാമ, ബൊഹേവിയ ഡിഫ്യൂസ, നിംബ വേപ്പ്, ആസിഡിറാക്ട ഇൻഡിക്ക, പടോലം പടവലം, ട്രൈക്കോസാന്തസ് ലൊബേറ്റ, ശുണ്ഠി ചുക്ക്, സിഞ്ചിബർ ഒഫിഷ്യനെയിൽ, തിക്തം പുത്തരിച്ചുണ്ട, സ്വേർഷ്യ കിരായിത, പുത്തരിച്ചുണ്ട കിരാത തിക്ത ഒക്കെ തന്നെയാണ് തിക്തം കേട്ടോ. അമൃത ചിറ്റമൃത ടീനോസ്പോറ കോഡിഫോളിയ, ദാർവി മരമഞ്ഞൾ, ബെർബറിസ് അരിസ്റ്റേറ്റ എന്നുള്ളതാണ് നമ്മൾ ഹിമാലയത്തിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ്. കോമൺലി നമ്മുടെ കേരളത്തിലുള്ള കഷായങ്ങളിലൊക്കെ ഈ ഒരു വെറൈറ്റിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കോക്സീനിയം ഫെൻസ്ട്രേറ്റം ഉണ്ട് കേട്ടോ, അതങ്ങനെ അധികം കിട്ടാറില്ല. ബെർബറിസ് അരിസ്റ്റാറ്റയാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അഭയം കടുക്ക, ടെർമിനാലിയ ചെബുല, ഇങ്ങനെ 8 ഡ്രഗുകളാണുള്ളത്. നമ്മുടെ ഉപയോഗത്തിൽ നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ നമ്മൾ ഒരു ദിവസം ഒരു പേഷ്യൻറ്റിനായാലും നമ്മൾ പുനർനവാതി കഷായം ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ളൊരു കഷായമാണ് പുനർനവാതി കഷായം.